വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ അല്ലാട്ടോ ഇടാന്ന് വിചാരിച്ചിരുന്നത്. ഇന്നിപ്പോ പൂജട്ടിയും കണ്ണൻകുട്ടിയും കൂടെ ഒരു സർപ്രൈസ് തന്നു. പക്ഷെ നമുക്ക് സൺഡേയില് 2K ആയി അല്ലേ, ഞായറാഴ്ച അല്ലായത്. അപ്പൊ 2K ആയി. അപ്പൊ പൂജട്ടിയുടെ വിചാരം 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് 2K ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവള് 2K ആവണേന്റെ മുന്നേ തന്നെ നമ്മുടെ നൈബർ ഉണ്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി പറഞ്ഞു കേക്കിന് ഓർഡർ ഒക്കെ കൊടുത്തു. പക്ഷെ അതിന്റെ 2 ദിവസം മുന്നേ നമുക്ക് 2K അപ്പൊ ഓർഡർ കൊടുത്തതിന്റെ 2 ദിവസം മുന്നേ നമുക്ക് 2K ആയി. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടം. അപ്പൊ നമുക്ക് 1K അന്നൊന്നും കേക്ക് മുറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ കേക്ക് മുറിക്കേണ്ട, നമുക്ക് അവരോട് പറയാന്നുള്ള വെച്ചാൽ ഞാൻ ചാടിത്തുള്ളി നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ സെലിബ്രേഷൻ കുഞ്ഞതായിട്ട് എന്തെങ്കിലും ചെയ്യാം, കേക്ക് മുറിക്കാന്ന് ഇവരിങ്ങനെ പറഞ്ഞു. നമ്മള് 1K ആയപ്പോ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ കേക്ക് മുറിക്കാൻ. അതെന്നാണല്ലോ നമുക്ക് ഓരോ തുടക്കം, പിന്നെ അങ്ങോട്ട് വലുതാവണത്. അപ്പൊ നമുക്ക് കുഞ്ഞിതെന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇപ്പൊ 2K ആയപ്പോ നമ്മൾ കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നിപ്പോ പെട്ടെന്നാണ് ഇതുകൊണ്ട് വരുന്നത്. ഞാൻ ഇന്നാണ് അറിയുന്ന സംഭവം എന്താ വെച്ചാ, പക്ഷെ അത് കൊണ്ടുവന്നപ്പോ എന്റെ സർപ്രൈസ് അതില് പോയി. പിന്നെ ഒരു റീക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളായോണ്ട് അത് പൊട്ടി പാളീസ് ആവുന്ന വെച്ചിട്ട് ഞങ്ങള് പിന്നെ അത് രണ്ടാമത് അഭിനയിച്ച് കൊളാക്കി ചളാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തോന്നും, ഓ ഇതെന്താപ്പത് എന്നൊക്കെ. അത് ചിരി വരും മെയിനായിട്ട്. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കും. പൂജട്ടിക്കും കണ്ണക്കുട്ടിക്കൊക്കെ ചിരി വന്ന് ചത്തു പോകും. അടുത്ത പറഞ്ഞ അപ്പോ കേക്ക് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ, കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ. ഞാൻ ഇനി അവിടെ നിന്ന് ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് പുറത്ത് പോയിട്ടെന്ന്. അപ്പൊ ഇന്ന് ഈ ഒരു സെലിബ്രേഷൻ നമുക്ക് ഇത്ര കേട്ടോ. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും, പക്ഷെ ഇത് നമുക്ക് വലുതാ. നിങ്ങൾ വലിയതായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് കട്ട് ചെയ്യാം. ഇത് പുറത്ത് പോയിട്ട് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ പാടത്ത് നമ്മൾ പോയിരിക്കാറില്ല. ആ ഭാഗത്ത് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും ആളില്ലാത്ത ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം, നിങ്ങളെല്ലാവരും അല്ലേ, നിങ്ങളെല്ലാവരും ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ വരെ എത്തിച്ചു തന്നിട്ടുള്ളത്. അതിപ്പോ എത്രയാണെങ്കിലും നമുക്ക് താഴെ മുതലിപ്പോ പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീട്ടമ്മമാർ തുടങ്ങുമ്പോൾ അധികം ആരും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു ഫേമസ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം തുടങ്ങുക എന്നുള്ളത്. അപ്പൊ അവര് പെട്ടെന്ന് അങ്ങോട്ട് റീച്ച് ആയി പോയിക്കോളും. നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ ഒരു മിഡിലോ അല്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ ക്ലിക്കാവാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. അപ്പോൾ പക്ഷെ എന്നാലും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് കൊണ്ട് ഇതുവരെ എത്താൻ പറ്റിയിട്ടുണ്ട്. അതന്നെ വലിയ കാര്യം. അപ്പൊ ഒരുപാട് ഇവിടുന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം കട്ടയ്ക്ക്. അപ്പം നമുക്ക് കേക്ക് മുറിച്ചിട്ട് വരാം. നിങ്ങൾക്കും കൂടെ ഉള്ളൊരു പീസ് ഇതിനകത്തുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കി നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കാൻ നേരം. അതിൻ്റെ അപ്പുറം തന്നെ നമ്മുടെ അമ്പലം. അപ്പോൾ അവിടുന്ന് പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് വിടുമോ വിചാരിച്ചിട്ടാ. ഇത് ഇതിൻ്റെ ടോപ്പ് എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഒന്ന് ഇവിടെ നീങ്ങുന്ന അറിയാം. ഇതേ ലൈനിങ് വെച്ച് തുന്നിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു പീസ് കട്ട് പീസ് ഉണ്ടായിരുന്നതാ വേറെ, എന്നിട്ട് അത് വെച്ച് തുന്നിയതാ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതാ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കിപ്പോൾ ഒരു 80 രൂപ അല്ലേ പറഞ്ഞാൽ. ഇതിൻ്റെ 80 രൂപയ്ക്ക് നല്ല അടിപൊളി തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുകയും ചെയ്യാം. പരാഗം. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചിട്ട് വരാം. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചിട്ട് വരാം. അത് പറഞ്ഞ തന്നെ പറയണത് അത്രയും മതി വരാത്തത്ര സന്തോഷം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ പോയിട്ട് കേക്ക് മുറിക്കാം. വാ. ഇതൊരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇവർ ഉച്ചരിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇന്ന് കിട്ടും കേക്ക്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് മുറിക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നാളെ ഒരു കേക്ക് മേടിക്കാം. ഇന്നിപ്പോൾ ഷാജേട്ടൻ പോയിട്ട് വന്നിട്ട് നാളെ മേടിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പ്ലാൻ ആയപ്പോൾ അതാകെ കൂടെ തകിടം മറിഞ്ഞു കേട്ടോ. ഇന്ന് രാവിലെ അമ്മയും എടത്തിയമ്മയുടെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നമുക്ക് ഈ പ്ലാൻ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് മുറിച്ചാൽ മതിയായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുള്ള ആൾക്കാർ വെച്ചിട്ട് അത് അങ്ങോട്ട് മുറിക്കാൻ വിചാരിച്ചു. പിള്ളേരുണ്ട്, കണ്ണൻകുട്ടിയുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ പാടത്ത്. നമ്മൾ പാടത്ത് പോയിട്ട് മുറിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെയൊക്കെ വലിയ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പറമ്പ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ജാതിക്കാത്തോട്ടൊക്കെ മാന്തിയിട്ട് ഇട്ടിട്ടുള്ള ഒരു വളപ്പുണ്ട്. അപ്പോൾ ആ പറമ്പിൽ നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്, നമ്മുടെ 2K ഫാമിലിയുടെ കേക്ക്. യൂട്യൂബിൽ നിന്നൊക്കെ എഴുതിയിട്ട് പൂജിട്ട് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെയൊക്കെ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ കേക്ക് മുറിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇപ്പോഴാണ് ബർത്ത്ഡേക്ക്, അതുപോലെ പിള്ളേരെ ബർത്ത്ഡേക്ക് കേക്ക് എന്തായാലും മസ്റ്റാണ് കേട്ടോ. എൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് പിള്ളേർ അങ്ങനെ പറഞ്ഞ പോലെ വാങ്ങുമ്പോൾ അങ്ങനെ മുറിക്കാന്നല്ലാണ്ട് കേക്കൊന്നും നമ്മളങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും നമ്മൾ മുറിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മളൊരു ആഗ്രഹിച്ചൊരു ഇത് തുടങ്ങിയിട്ട് നമുക്കതിലൊരു നിങ്ങളുടെ ഒരു സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് മുറിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇതിൻ്റെ മാത്രം കഴിവല്ല എന്ന് ഞാൻ എപ്പോഴും പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റിൽ ഒരു 100 സബ്സ്ക്രൈബർ, 200 സബ്സ്ക്രൈബർ, 250 സബ്സ്ക്രൈബർ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ഉണ്ടാവും മാക്സിമം. എനിക്കൊന്നും അത്രയും കോണ്ടാക്ട്സ് ഇല്ല.
ഇപ്പോൾ കുടുംബമാണെങ്കിലും നമുക്ക് അത്രയൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെല്ലാം മൊത്തം വിരലിൽ എണ്ണാവുന്ന കുറച്ച് റിലേറ്റീവ്സ് ഉള്ളൂ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യണവരെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു 10-25. ശരണ്യൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരണ്യയുടെ ഹസ്ബൻഡ്, അതുപോലെ ശരത്ത്, എൻ്റെ താട്ടനും ബാബും, അമ്മ, ഷാജേട്ടൻ, പിള്ളേർ, അവരെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ. പിന്നെയാണ് നിങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായോണ്ടിരിക്കുന്നത് കേട്ടോ. മറ്റേതൊക്കെ എന്നെ അറിഞ്ഞ്, എന്നെ പേഴ്സണലി അറിഞ്ഞ്, അല്ലെങ്കിൽ പിള്ളേരെ ഒരു ഇതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ വന്നിട്ട് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ വലിയൊരു ഫേമസ് ആയ ആൾക്കാരോ ഒന്നും അല്ലാതുകൊണ്ട് തന്നെ എനിക്കൊരു 2K ഫാമിലി ആയി എന്ന് പറയണത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. അതിലെനിക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്തത് എടുത്തിട്ടില്ല, അത് ഞാൻ നിങ്ങൾക്ക് എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ബാക്കിയാണ് പിള്ളേർക്കൊക്കെ മുറിച്ച് കൊടുത്തത്. ഇനി അവിടെ കുഞ്ഞു പീക്കിരി കുട്ടികളുണ്ട് നമ്മുടെ കണ്ണൻകുട്ടിയുടെ. അപ്പോൾ അവരൊക്കെ പാടത്തുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടിയോട് അവരൊക്കെ പോയിട്ട് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉള്ളത് കുഞ്ഞ് കേക്കാട്ടോ. ഈ പിള്ളേർക്ക് അതിനനുസരിച്ചല്ലേ, അവരെ അതിൽ ബഡ്ജറ്റിനനുസരിച്ചല്ലേ ചെയ്തത്. തന്നെ വലിയ സന്തോഷം കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലൊക്കെ ഓരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്തത് അത് ചെയ്യാനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് മാറ്റി വയ്ക്കുക, അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ 1K ആയപ്പോഴും കേക്ക് മുറിക്കാണ്ടിരുന്നത്. ഇതിപ്പോൾ പൂജുട്ടിയും കണ്ണൻകുട്ടിയും ആയിട്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് എനിക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ പീക്കിരികളൊക്കെ വന്നപ്പോൾ വലിച്ചൊന്നിട്ടൊക്കെ ആയിട്ടാണ് നാണക്കേട് കൊണ്ട് ചിലവർ വരുന്നത്. ഇവർ നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും ഫുഡ്, ഇപ്പോൾ ഇവർക്ക് മന്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പിള്ളേർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കുഞ്ഞു കഷ്ണമാണെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. വലുതൊന്നും അല്ലെങ്കിലും എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിൽ കുഞ്ഞൊരു മധുരം നമ്മൾ കഴിക്കണ പോലെ ആ പിള്ളേരും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തു. എന്നിട്ട് കളിക്കണോടത്താണ് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വേഗം കളിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയമായതുകൊണ്ട് അവരൊക്കെ കിട്ടി. പകലായിരുന്നെങ്കിൽ ആരും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഒരു പീസും കൂടെ കൊടുത്തിട്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ ഓടി. അപ്പോൾ അവിടെ കുറച്ച് വലിയ പിള്ളേർ കളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണൻകുട്ടി തിരിച്ചിങ്ങടെ തന്നെ വന്ന് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ. കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലേ, കുഞ്ഞ കേക്കായിരുന്നല്ലോ. അപ്പോൾ അവരെ പരിഭവം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗത്തിലുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.